ഇപ്പൊ ഒരു സ്ത്രീയോട് സംസാരിക്കാൻ തന്നെ പേടി എന്നുള്ള അവസ്ഥയൊക്കെ ആയി തുടങ്ങി. കാരണം വേറെ ഒന്നുകൊണ്ടല്ല, മിണ്ടിയാൽ നോക്കിയാൽ കുഴപ്പമാണ് അവിടെ. എങ്ങനെ തെളിയിച്ചു കൊടുക്കും? അത് നിയമം അങ്ങനെയാണ് നിൽക്കുന്നത്. സത്യാവസ്ഥ പറയണത് കേട്ടാൽ മാത്രമേ പുരുഷന്മാർ കൈയടിക്കാറുള്ളൂ. ചുമ്മാ കയറി കൈയടിക്കാൻ പുരുഷന്മാർ നിൽക്കാറില്ല. ഇത് മനഃപൂർവ്വം ട്രാപ്പ് ചെയ്യാൻ വേണ്ടി അത് റെക്കോർഡ് ചെയ്ത് ഇടുന്ന നമ്മൾ സ്ത്രീകളെല്ലാവരും അത്ര നല്ലതെന്ന് പറയേണ്ട കാര്യമില്ല. എന്റെ ഗ്രീഷ്മ എന്താ ചെയ്ത് കൂട്ടിയത്? മനഃപൂർവ്വം ട്രാപ്പാക്കാൻ വേണ്ടി ചെയ്താൽ എന്ത് ചെയ്യും? പുരുഷന്മാരുടെ ഇടയിൽ നടക്കുന്ന പ്രശ്നങ്ങളിൽ ഇൻജസ്റ്റിസ് കണ്ടുപിടിച്ച് സംസാരിക്കുക അല്ലെ ചൂണ്ടിക്കാണിക്കുന്ന ഒരാളാണ് ചേച്ചി. അപ്പോ ഈ ഇടയ്ക്ക് നടന്ന അജ്മൽ അമീർ എന്ന് പറയുന്ന ഒരു നടന്റെ ഒരു വീഡിയോ ചേച്ചി കണ്ടിട്ടുണ്ടാവില്ലേ? അപ്പം അത് കണ്ടപ്പോ അതിനെ കുറിച്ചിട്ട് ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മള് ഈ സിനിമയിലാണല്ലോ ഇപ്പൊ അജ്മലുള്ളത്. അജ്മലിനെ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്ത് പറയൊന്നുമല്ല. വിളിച്ചിട്ടുണ്ടാവായിരിക്കാം, അത് സത്യമായിരിക്കാം, വീഡിയോ കണ്ടു, ഇതൊക്കെ ശരി. ഞാൻ ചോദിക്കട്ടെ, എന്നെയാണ് ഇപ്പോൾ ഒരു പുരുഷൻ വിളിച്ചിട്ട് ഫസ്റ്റിലെ വിളിച്ച് എന്തെങ്കിലും മോശമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയാൽ സ്പോട്ടിൽ ആ ഫോൺ കട്ട് ചെയ്യേണ്ട ഇത് നമ്മുടെ കയ്യിലല്ലേ ഉള്ളത്? അല്ലേ? ഓഫും ഓണാക്കേണ്ടത്. അപ്പൊ മനഃപൂർവ്വം അയാളെ കൊണ്ട് ചിലപ്പോൾ അയാൾ ഒരെണ്ണം കഴിച്ചിട്ടുണ്ടാവായിരിക്കും, എനിക്കറിയില്ല സത്യാവസ്ഥയൊന്നും. എന്തെങ്കിലും വായിന്ന് പോയിട്ടുണ്ടാവും. പുള്ളിയുടെ പേര് തെറ്റില്ലെന്നല്ല ഞാൻ പറയണേ, തെറ്റുണ്ടാവാം. പക്ഷെ എന്തിനാ നമ്മൾ പെണ്ണുങ്ങൾ അത് കേൾക്കാൻ നിൽക്കുന്നത്? ഇതുപോലെയുള്ള വർത്തമാനം കേൾക്കാൻ വേണ്ടി ഫോൺ എന്തിനാ നീട്ടിക്കൊണ്ട് പോണത്? അതപ്പം മനഃപൂർവ്വം അല്ലേ? അപ്പൊ പിന്നെ എന്ത് ചെയ്യാൻ? എന്നിട്ട് പിന്നെ രണ്ടാമത് ഇത് കൊണ്ടുപോയി വൈറലാക്കി ഞാൻ അങ്ങനെയായി ഇങ്ങനെയായി. അതിന് എന്ത് അർത്ഥമുള്ളത്? പറയുന്ന ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ലേഡി പുണ്യാളത്തി എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരു ഫെയിമിൽ നിൽക്കുന്ന ആളാണ് അജ്മല്. അപ്പൊ അതിൻ്റെതായ മാന്യത കാണിക്കാമായിരുന്നില്ലേ? ആർക്ക്? അജ്മലിനോ? ഞാൻ പറയട്ടെ, ശരി, മാന്യത കാണിക്കാമായിരുന്നു. പറഞ്ഞിട്ടുണ്ടോ ഇല്ല, അതൊക്കെ എന്താണെന്നുള്ളത് നമുക്കറിയില്ല. ഇപ്പൊ പല പല ഇതുണ്ട്. അപ്പൊ എനിക്കറിയില്ല. നമ്മൾ അറിയാത്തതിനെ കുറിച്ച് അയാളെ കുറ്റം പറയാൻ ഞാൻ തയ്യാറല്ല. ഞാൻ ചോദിച്ചത് ഇത്രയേ ഉള്ളൂ. എന്റെ ഭാഗത്തുനിന്ന് ചോദ്യം ഒന്നേ ഉള്ളൂ. ഇപ്പൊ മോളാണെങ്കിൽ തന്നെ ഒരു ഫോൺ വിളിച്ചു, ഒരാൾ സംസാരിച്ചു തുടങ്ങി. അജ്മൽ എന്നല്ല, ഏത് നടനായിക്കോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ വിളിച്ച് സംസാരിച്ചല്ലേ? മനഃപൂർവ്വം ട്രാപ്പാക്കാൻ വേണ്ടി ചെയ്താൽ എന്ത് ചെയ്യും? ഇയാള് പറഞ്ഞിട്ടുണ്ടാവായിരിക്കാം, ഉണ്ടാവില്ലായിരിക്കും. നമ്മള് അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ വിളിച്ചു പറയണത്. അതിനു മുമ്പേ കട്ട് ചെയ്ത് പോയിക്കൂടെ? ആ ചേച്ചി ഇപ്പൊ പറയുന്നുണ്ട് പല ടെക്നോളജി ഉണ്ട്, അത് സത്യമാണോന്ന് പോലും അറിയില്ല. അജ്മൽ എന്നെ ഒരു വീഡിയോയിൽ വന്ന് പറയുന്നുണ്ട് അത് AI ക്രിയേറ്റ് ചെയ്തതാണെന്ന്. ഏത് മലയാളി പൊട്ടന്മാർക്ക് കണ്ടാലും മനസ്സിലാവും അത് AI അല്ല, റിയൽ ആയിട്ടുള്ള കാര്യമാണെന്ന്. അത്തരത്തിലുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് ചേച്ചി അതിന് AI ആണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് സത്യം പറഞ്ഞാൽ AI എന്താണ് BA എന്താണെന്ന് ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല, അറിയാനും വയ്യ. ഞാൻ വിശ്വസിക്കുന്നതിന്റെ അല്ല പറഞ്ഞ, ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവാം. ഞാൻ പറയട്ടെ, ഇതൊക്കെ നാച്ചുറലി ഉള്ള കാര്യങ്ങളല്ലേ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പെണ്ണും ഒരു സ്ത്രീ പുരുഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം. കോടതി തന്നെ പറഞ്ഞിട്ട് ആർക്ക് വേണി എങ്ങനെ വേണി പോവാൻ വരാം. അതൊക്കെ ഓരോ ലൈഫിൽ ഓരോരുത്തർ ഇഷ്ടപ്പെട്ട് പോകുന്നതാണ്. ഇത് മനഃപൂർവ്വം ട്രാപ്പ് ചെയ്യാൻ വേണ്ടി അത് റെക്കോർഡ് ചെയ്ത് ഇടുന്ന സ്ത്രീകള് അപ്പോ ശരിയായിട്ടാണോ ചെയ്യുന്നത്? പുരുഷന്മാർക്ക് മിണ്ടാൻ പാടില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ചിന്തിക്കണമായിരുന്നല്ലോ, ഇത്തരത്തില് ഗേൾസിനെ വിളിച്ചിട്ട് റെക്കോർഡ് ചെയ്യും. ഇപ്പൊ ഞാൻ പണ്ടും പറഞ്ഞല്ലോ, ഞാൻ എന്താ പറഞ്ഞേ, ഞാൻ എപ്പോഴും പുരുഷന്മാരെ അനുകൂലിച്ച്, ഈ പുരുഷനെ അല്ല അനുകൂലിച്ചല്ല, മൊത്തത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മള് സ്ത്രീകളെല്ലാവരും അത്ര നല്ലതെന്ന് പറയേണ്ട കാര്യമില്ല. എന്റെ ഗ്രീഷ്മ എന്താ ചെയ്ത് കൂട്ടിയത്? എത്ര സ്ത്രീകൾ ചെയ്തിട്ടുണ്ട്, പുരുഷന്മാർ ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള അവസരങ്ങൾ ഇത് എന്തെങ്കിലും കാണിച്ച് മുതലാക്കാന്നുള്ള രീതിയിൽ വരുന്ന സ്ത്രീകൾ ഉണ്ടെങ്കിൽ അത് തെറ്റെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലെ? ഇപ്പൊ ഞാൻ ചോദിച്ചു, അജ്മലിനെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടി ചെയ്തതാണെങ്കിലോ, ഇവര് മുമ്പ് സംസാരിച്ചിട്ടുണ്ടെങ്കിലോ? ഇവനാണ് കുറെ നാള് സംസാരിച്ചിട്ടാണ്, എങ്ങനെ അറിയാം? അതെന്താ പുറത്തു വിടാത്തത്? ചിലപ്പോ ആയിരിക്കാം. അതാ പറഞ്ഞ. അപ്പൊ അതുകൊണ്ട് അപ്പോഴൊരു നടനെന്ന നിലയിൽ അജ്മലിന് അതില് കുറച്ച് കെയർഫുൾ ആയിരിക്കാമല്ലോ. അത് ഇനി അല്ല, ഇപ്പൊ ഓരോരോ സന്ദർഭങ്ങൾ ഓരോരുത്തർ അറിയുമ്പോ എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങും. അതാ പറഞ്ഞേ, ഇങ്ങനെ ഓരോന്ന് വരുന്നതനുസരിച്ച് എല്ലാവരും കെയറിങ് തുടങ്ങിയിട്ടുണ്ട്. കാരണം പേടിയാണ് ഇപ്പൊ എല്ലാവർക്കും. ഇപ്പൊ ഒരു സ്ത്രീയോട് സംസാരിക്കാൻ തന്നെ പേടി എന്നുള്ള അവസ്ഥയൊക്കെ ആയി തുടങ്ങി. കാരണം വേറെ ഒന്നുകൊണ്ടല്ല, മിണ്ടിയാൽ നോക്കിയാൽ കുഴപ്പമാണ് അവിടെ. ചെയ്തു എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ എന്താണ് കാണിച്ചു കൊടുക്കുന്നത്? ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെയാണ്. എങ്ങനെ തെളിയിച്ചു കൊടുക്കും? അത് നിയമം അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പൊ ആ നിയമത്തിന്റെ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക? മാക്സിമം നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടാതിരിക്കുക. അതൊക്കെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ചേച്ചി ഇപ്പം ആ പുരുഷന്മാരെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നില്ല, സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നല്ല, ഏറ്റവും കൂടുതൽ പുരുഷന്മാർക്ക് വേണ്ടി മാത്രം സംസാരിക്കുമ്പോൾ ശരിക്കും അവരുടെ കയ്യടി കിട്ടുന്നതുകൊണ്ട് വീണ്ടും അതിനെ കണ്ട് സപ്പോർട്ട് ചെയ്ത് ചെയ്യുന്നില്ല. ഒരിക്കലും. എനിക്ക് എന്തിനാണ് അവരുടെ കയ്യടി കിട്ടേണ്ട കാര്യം? പുരുഷന്മാർ കയ്യടി അങ്ങനെ വെറുതെ കൈയടിക്കുന്ന ആൾക്കാരല്ല. സത്യാവസ്ഥ പറയണത് കേട്ടാൽ മാത്രമേ പുരുഷന്മാർ കൈയടിക്കാറുള്ളൂ. ചുമ്മാ കയറി കൈയടിക്കാൻ പുരുഷന്മാർ നിൽക്കാറില്ല. ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു കുടുംബത്തിലെ കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതും പുരുഷനല്ല സപ്പോർട്ട് ചെയ്ത്, പുരുഷന്റെ ഭാര്യ, അമ്മ, വളർന്നു വരുന്ന പെൺകുട്ടി, ഇവരെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ.
അപ്പൊ പുരുഷനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവരൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യണ്ടേ? അവർ സ്ത്രീകളല്ലേ. അല്ലാണ്ട് കയ്യടി മേടിക്കാനാണ് ഇത് വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് കയ്യടി കിട്ടേണ്ട കാര്യമില്ല. ഞാൻ എൻ്റെ നിലപാട് അനുഭവത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ മാത്രമേ ഇതുവരെ ഇന്റർവ്യൂവിൽ ഞാൻ പുരുഷന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഒരുപാട് അവരെ റെസ്പെക്ട് ചെയ്യുന്ന ആളാന്ന് എപ്പോഴും പറയും. എനിക്ക് മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയണ്ട, എൻ്റെ നിലപാട്. ഓക്കെ.